ഈ ചാപ്റ്ററിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. എന്താ, ഓക്കെ അല്ലേ? പാഠത്തിന്റെ വലിപ്പം കണ്ട് പേടിക്കേണ്ട, വെറും 7 മിനിറ്റിനുള്ളിൽ ഈ പാഠം നമുക്ക് പഠിച്ചു തീർക്കാം. ഈ പാഠഭാഗത്തിന്റെ ഒരു അടിപൊളി പെർഫെക്റ്റ് നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാൻ മറക്കരുത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ 20-ലധികം വർഷത്തെ അധ്യാപന പരിചയത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഈ സെമസ്റ്ററിലെ ഏറ്റവും നിർണായകമായ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിനു മുൻപ് നമ്മൾ അരിച്ചുപേർക്കി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണത്. ചരിത്രവും നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ വല്ലാതെ ഇഴചേർന്ന് കിടക്കുന്ന ബ്ലോക്ക് 5, യൂണിറ്റ് 4 വിമോചന അജണ്ടയും സമുദായ രാഷ്ട്രീയവും. അപ്പൊ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ആണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? വേഗം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേ. അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കേട്ടോ. നോക്കൂ, ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ കൃത്യമാണ്. സമുദായ സ്വത്വത്തിന്റെ ഉദയം, രാഷ്ട്രീയ സ്വത്വത്തിന്റെ വളർച്ച, പിന്നെ മലബാർ കലാപം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിണാമം, സ്വാതന്ത്ര്യാനന്തര രാഷ്ട്രീയം, ഒടുവിൽ നിങ്ങളുടെ ഫേവറേറ്റായ പരീക്ഷാ തന്ത്രങ്ങളും. ഒട്ടും സമയം കളയാതെ ഇതിലൂടെയൊക്കെ നമുക്കൊന്ന് പോകാം. ശരി, അപ്പോ സെക്ഷൻ 1, സമുദായ സ്വത്വത്തിന്റെ ഉദയം. ചരിത്രം തുടങ്ങിയിടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? ആദ്യമായിട്ട് എന്താണ് ഈ സാമൂഹിക സ്വത്വം അഥവാ സോഷ്യൽ ഐഡന്റിറ്റി എന്ന് ചോദിച്ചാൽ, പണ്ടുകാലത്ത് നമ്മുടെ കേരളത്തിലെ കീഴാള സമുദായങ്ങൾക്കിടയിൽ നടന്ന ആ നവീകരണ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെ ലക്ഷ്യം വെറും ആത്മീയമായ കാര്യങ്ങൾ മാത്രമായിരുന്നില്ല. മറിച്ച് കുറച്ചുകൂടി അന്തസ്സുള്ളൊരു ജീവിതം കിട്ടണം, സമൂഹത്തിൽ തങ്ങൾക്കും ഉയർന്നൊരു പദവി വേണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് അപ്വേർഡ് മൊബിലിറ്റി അഥവാ സാമൂഹിക ഉന്നമനം. ഇതിനായിട്ട് അവരെന്തു ചെയ്തു? ബ്രാഹ്മണരുടേതിന് സമാനമായ ഭക്ഷണരീതികളും ആചാരങ്ങളുമൊക്കെ അവർ സ്വീകരിച്ചു തുടങ്ങി. നമ്മളറിയാതെ തന്നെ ഈയൊരു പ്രക്രിയ അവരെ ഹിന്ദു മുഖ്യധാരയിലേക്ക് ചേർത്തു എന്നതാണ് സത്യം. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെയും അവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. അതെന്താണെന്നറിയാമോ? സമാധാനപരമായ സഹവർത്തിത്വം. അതെ, മറ്റ് സമുദായങ്ങളോട് അടിപിടി കൂടാനോ ശത്രുത കാണിക്കാനോ ഒന്നും അവർ പോയില്ല. പകരം സമ്പത്തിലും അധികാരത്തിനും തങ്ങൾക്ക് കിട്ടേണ്ട ആ അർഹതപ്പെട്ട പങ്ക് വളരെ സമാധാനപരമായി തന്നെ അവർ ചോദിച്ചു വാങ്ങി. ഇതാണ് നമ്മുടെ കേരള ചരിത്രത്തെ വേറിട്ടു നിർത്തുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. സമുദായ സംഘർഷങ്ങളും രാഷ്ട്രീയ സ്വത്വത്തിന്റെ വളർച്ചയും. ഇവിടെ നമ്മൾ കാണുന്നത് വെറും ഒരു സാമൂഹിക സ്വത്വത്തിൽ നിന്ന് മാറി കൃത്യമായ അവകാശങ്ങളിലേക്കും രാഷ്ട്രീയത്തിലേക്കും നമ്മുടെ സമൂഹം ചുവടുവെക്കുന്നതാണ്. എല്ലാവരും പെന്നെടുത്ത് ഈ 3 വർഷങ്ങൾ നിങ്ങളുടെ ബുക്കിലൊന്ന് നോട്ട് ചെയ്തേ. 1891, 1896, പിന്നെ 1914. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധം കേരളത്തിൽ ഉണർന്നു വന്നതിന്റെ കൃത്യമായ ടൈംലൈനാണ് ഈ വർഷങ്ങൾ. ഇതൊരിക്കലും മറക്കരുത്. ഇതിൽ 1891 മലയാളി മെമ്മോറിയൽ നിങ്ങൾ വളരെ വിശദമായി തന്നെ പഠിക്കണം. എന്തായിരുന്നു കാരണം? തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിലും ഭരണത്തിലുമൊക്കെ തമിഴ് ബ്രാഹ്മണർ വലിയ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ നായന്മാരുടെ നേതൃത്വത്തിൽ നമ്പൂതിരിമാരും ക്രിസ്ത്യാനികളും ഈഴവരും എല്ലാം ചേർന്ന് മഹാരാജാവിനൊരു വലിയ നിവേദനം നൽകി. ഇതാണ് ചരിത്രപ്രധാനമായ മലയാളി മെമ്മോറിയൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ മെമ്മോറിയലിൽ ഈഴവ സമുദായത്തിന്റെ ആവശ്യങ്ങൾ അത്ര കണ്ടു പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെയാണ് സ്വന്തം വിദ്യാഭ്യാസ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി 1896 ഈഴവ മെമ്മോറിയൽ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് പിന്നീട് SNDP യോഗം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചതും. കാര്യങ്ങൾ കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? ഇതേ കാലഘട്ടത്തിൽ തന്നെ സമാന്തരമായി നടന്ന മറ്റൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചതിലൂടെ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ സാമ്പത്തികമായും സാമൂഹികമായും വലിയ പുരോഗതി നേടി. കൃഷി, പ്ലാന്റേഷൻ, ബാങ്കിംഗ് ഈ മേഖലകളിലൊക്കെ അവർ അതിവേഗം മുന്നേറി. 1887 അവർ ആരംഭിച്ച നസ്രാണി ദീപിക എന്ന പത്രം ഈ മുന്നേറ്റത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല കേട്ടോ. അപ്പോ ക്രിസ്ത്യാനികളുടെയും ഈഴവരുടെയും ഈ ശക്തമായ സംഘാടനവും അവരുടെ വലിയ സാമ്പത്തിക മുന്നേറ്റവുമൊക്കെ കണ്ടപ്പോ തങ്ങളുടെ സമുദായത്തെയും ഇതുപോലെ ശാക്തീകരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് നായർ സമുദായം 1914 NSS രൂപീകരിക്കുന്നത്. ശരി, ഇനി സെക്ഷൻ 3, മലബാർ കലാപവും വർഗീയ വിഭജനങ്ങളും. മക്കളെ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണിത്. 1921 മലബാർ കലാപം. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കർഷക ലഹളകളിൽ ഒന്ന്. പക്ഷേ
ഇതൊരു സാധാരണ കാർഷിക പ്രശ്നം മാത്രമായിരുന്നില്ല എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഹിന്ദു ജന്മിമാരുടെ ചൂഷണങ്ങൾക്കും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കുമെതിരെ മുസ്ലിം കർഷകർ നടത്തിയ ഈ പ്രക്ഷോഭം സത്യത്തിൽ അന്നത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായുമൊക്കെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രക്ഷോഭം അവസാനിച്ചത് വളരെ ദാരുണമായാണ്. ബ്രിട്ടീഷ് ഭരണകൂടം വളരെ ക്രൂരമായാണ് ഈ കലാപത്തെ അടിച്ചമർത്തിയത്. ഈ കലാപസമയത്ത് കോൺഗ്രസ് ഒരു അഹിംസാ നയമാണല്ലോ സ്വീകരിച്ചത്. ആ നയം കാരണം വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എതിരാകുന്ന ഒരു വലിയ രാഷ്ട്രീയ വിടവിനും ഈ സംഭവം കാരണമായി മാറി. അപ്പൊ നമ്മള് സെക്ഷൻ 4ലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിണാമം. വെറും ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് തികച്ചും സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികളിലേക്കും ഘടനകളിലേക്കുമുള്ള രസകരമായ ഒരു മാറ്റമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് കാലക്രമേണ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടികളായി മാറിയത് എന്ന് ഈ 3 വർഷങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. 1932, 1934, പിന്നെ 1957. ഇതിലാദ്യത്തേത് 1932 നിവർത്തന പ്രക്ഷോഭമാണ്, അഥവാ ആബ്സ്റ്റൻഷൻ മൂവ്മെന്റ്. നിയമസഭയിലും സർക്കാർ ജോലികളിലും തങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ട് ഈഴവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ചേർന്ന് സംയുക്തമായി രൂപീകരിച്ച് സംയുക്ത രാഷ്ട്രീയ കോൺഗ്രസിന്റെ സമരമാണിത്. ഈ കൂട്ടായ്മയാണ് പിന്നീട് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സായും പിന്നീട് കാലക്രമേണ അതങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായും മാറിയത്. ഇതൊരു ഒറ്റയടിക്കുള്ള മാറ്റമായിരുന്നില്ല, പടിപടിയായുള്ള മാറ്റമായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ആശയപരമായ വ്യത്യാസമുണ്ട്. എന്താണ് ഈ സമുദായ രാഷ്ട്രീയവും വർഗരാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം? സ്ക്രീൻ ടെക്സ്റ്റ്: സമുദായ രാഷ്ട്രീയം വേഴ്സസ് വർഗരാഷ്ട്രീയം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, സമുദായ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഏത് ജാതിയിൽ ജനിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ വർഗരാഷ്ട്രീയം എന്നതോ നിങ്ങൾ എങ്ങനെ അധ്വാനിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1934 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ CSP ആണ് കേരളത്തിൽ ആദ്യമായി ഈ വർഗരാഷ്ട്രീയത്തിന് അടിത്തറ പാകിയത്. അടുത്തതായി സെക്ഷൻ 5: സ്വാതന്ത്ര്യാനന്തര കാലത്തെ മാറുന്ന രാഷ്ട്രീയം. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനുശേഷം കേരളത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടി സങ്കീർണവും വിഘടിതവുമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഭരണത്തിൽ വന്ന കോൺഗ്രസിന് പലപ്പോഴും ജാതിമത ഗ്രൂപ്പുകളുമായി ഒത്തുതീർപ്പുകൾ നടത്തേണ്ടി വന്നു. അങ്ങനെയിരിക്കെ 1952 PSP ആദ്യത്തെ കോൺഗ്രസിതർ സർക്കാരുണ്ടാക്കി. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിതിരിവുണ്ടാകുന്നത് 1957 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാർഷിക വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഈ പരിഷ്കാരങ്ങൾ സഭയെയും NSSനെയും വല്ലാതെ പ്രകോപിപ്പിക്കുകയും ആ പ്രകോപനം നേരിട്ട് 1959 വിമോചന സമരത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പാർട്ടികൾ വിഘടിക്കുന്നതിന്റെ ഒരു പരമ്പര തന്നെയാണ്. നിങ്ങളുടെ നോട്ട്സിൽ ഈ പോയിന്റുകളൊന്നും വിട്ടുപോകരുത് കേട്ടോ. 1960കളിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. 1965 CPI പിളർന്ന് CPI-M രൂപീകൃതമായി. അതുപോലെ തന്നെ 1970കളിൽ നായർ സമുദായത്തിന്റെ പിന്തുണയോടെ NDPയും ഈഴവ സമുദായത്തിന്റെ പിന്തുണയോടെ SRPയും രാഷ്ട്രീയ പാർട്ടികളായി രൂപം കൊണ്ടു. ഇതെല്ലാം അതാത് കാലഘട്ടത്തിലെ സമുദായ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു. നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും തികച്ചും വസ്തുനിഷ്ഠമായി തന്നെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം. 1980കളിലും 90കളിലും എത്തുമ്പോൾ അതുവരെ ഏറെക്കുറെ സമാധാനപരമായിരുന്ന കേരളത്തിലെ സമുദായ രാഷ്ട്രീയം കുറച്ചുകൂടി തീവ്രമായൊരു സ്വഭാവം കാണിച്ചു തുടങ്ങി. ക്ഷേത്രഭരണം, അതുപോലെ മസ്ജിദ് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിലൂടെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ തീവ്രമായ നിലപാടുകൾ അഥവാ കൺഫ്രണ്ടേഷണൽ കമ്മ്യൂണലിസം ഈ കാലയളവിൽ രൂപപ്പെട്ടു. പരീക്ഷയ്ക്കെഴുതുമ്പോൾ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് ഈ ചരിത്രവസ്തുതകൾ പക്ഷപാതമില്ലാതെ തന്നെ നിങ്ങൾ പ്രതിപാദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അവസാന സെക്ഷനിലേക്ക് വരികയാണ്. സെക്ഷൻ 6: എക്സാം സ്ട്രാറ്റജി. ഇനി ചരിത്ര പുസ്തകമൊക്കെ ഒന്ന് അടച്ചുവെച്ചിട്ട് നേരെ എക്സാം മോഡിലേക്ക് വന്നേ. ഈ വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഉറപ്പായ ചോദ്യങ്ങളാണ് ഞാനിനി പറയാൻ പോകുന്നത്. എല്ലാവരുടെയും മുഴുവൻ ശ്രദ്ധയും ഇവിടെ തന്നെ ഉണ്ടാവണം. സെറ്റ് ബി ചോദ്യപേപ്പറിൽ 10 മാർക്കിന്റെ ഒരു ഉപന്യാസം വരാൻ വലിയ സാധ്യതയുണ്ട്. ചോദ്യം ഇതായിരിക്കും: ജാതി വിവേചനം
കേരളത്തിലെ നവോത്ഥാനത്തിന് എങ്ങനെ കാരണമായി എന്ന് വിലയിരുത്തുക. ഇതെങ്ങനെ സ്ട്രക്ചർ ചെയ്ത് എഴുതണമെന്ന് ഞാൻ പറയാം. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പഠിച്ചില്ലേ, സാമൂഹിക സ്വത്വവും സാമൂഹികമായ ഉന്നമനവും? അത് വെച്ച് തുടങ്ങണം. എന്നിട്ട് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ജനങ്ങളിൽ വലിയൊരു രാഷ്ട്രീയ അവബോധം വളർത്തിയത് എന്ന് വളരെ കൃത്യമായി നിങ്ങളവിടെ വിശദീകരിക്കണം. അങ്ങനെ പടിപടിയായി എഴുതിയാൽ 10ൽ 10 നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ഇനി 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. മലബാർ കലാപം, 1891 മലയാളി മെമ്മോറിയൽ, പിന്നെ നിവർത്തന പ്രക്ഷോഭം. ഇത് 3ഉം എന്തായാലും പഠിച്ചിരിക്കണം. ഇതിൽ മലബാർ കലാപത്തെക്കുറിച്ച് ചോദ്യം വന്നാൽ കേവലം ഇതൊരു കർഷക ലഹള എന്ന് മാത്രം എഴുതിവെച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടില്ല കേട്ടോ. അവിടെ കാർഷിക ചൂഷണവും അതോടൊപ്പം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി ഞാൻ പറയുന്ന ഈ ഒരൊറ്റ നമ്പർ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. 1957. എന്താണിതിന്റെ പ്രത്യേകത? ലോകത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാർ നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന വർഷമാണിത്. 1 മാർക്കിന്റെ ചോദ്യമായി ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും വരും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ വർഷം മറക്കരുത്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ നമ്മൾ ഇന്നത്തെ ഈ യൂണിറ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എങ്കിലും അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം ചോദിച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സമുദായ രാഷ്ട്രീയത്തിൽ നിന്നും വർഗരാഷ്ട്രീയത്തിലേക്കുള്ള ആ ചരിത്രപരമായ മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക കേരളം എങ്ങനെയായിരിക്കും കാണപ്പെടുക? ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കൂ. ഏതായാലും നിങ്ങൾക്കേവർക്കും ഈ പരീക്ഷയിൽ വളരെ മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ പരീക്ഷയ്ക്ക് 100% സജ്ജരാണ്. ധൈര്യമായി പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മളൊരു പരീക്ഷ പേപ്പർ പ്രവചിക്കും. അത് പഠിച്ചു പോയാൽ വിജയം ഉറപ്പാണ്. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം പലരും വിചാരിച്ചത് ഞാനാണ് പരീക്ഷ പേപ്പർ തയ്യാറാക്കിയാണെന്നായിരുന്നു. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്തോളൂ.